ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിനായകനോട് ചോദിക്കുകയാണ്, എന്താ വിനായകേട്ടനെ കൊണ്ട് പറ്റൂലേ നദിനടുത്തിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ? അതിനെന്താ, പറ്റുമല്ലോ. അല്ലെങ്കിൽ ഞാനിവിടെ വീട്ടിലുള്ളവരോടൊക്കെ ചില കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന് പറയാണ് കേട്ടോ. അതിനൊന്നും ആവശ്യമില്ല, ഞാൻ പറയാം. നദിനി ഇങ്ങോട്ട് വന്നേ എന്ന് പറയട്ടോ. നദിനി വരും കേട്ടോ. എന്താ, നീ പോയിട്ട് വേഗം ആ മുറി ഒന്ന് അടിച്ച് കഴുകിയേ എന്ന് പറയും. അപ്പം എന്നോടോ? അതെ, വേഗം പോയിട്ട് വിക്രമിൻ്റെ ആ മുറി അടിച്ചു കഴുകും. പിന്നെ എനിക്കൊന്നും പറ്റില്ല, അവർ 4 ആളുണ്ടല്ലോ അതൊക്കെ വൃത്തിയാക്കാനായിട്ട്, അത് മതി. നന്ദിനി, നിന്നോട് ഞാനാണ് പറയുന്നത്, പോയി അത് അടിച്ചൊരു വൃത്തിയാക്ക്. എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ തൽക്കാലം അനുസരിക്കാൻ നിവർത്തിയില്ല എന്ന് പറയും. അപ്പോൾ വിശ്വനും ശ്രീജിയും വിക്രമൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു തമ്മിൽ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നോട് പറയാൻ എന്തെങ്കിലും പറഞ്ഞ് അനുസരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതെ എനിക്കിതുപോലെ എണ്ണ രോമം നുള്ളി ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ. ഒറ്റടിയാണ് കേട്ടോ മുഖത്തേക്ക് കൊടുക്കണത്. എന്താടി നീ പറഞ്ഞതനുസരിക്കില്ല നീ? എന്നെ തല്ലിയല്ലേ നിങ്ങൾ? അതെ, തല്ലി. വേഗം പോയിട്ട് അത് വൃത്തിയാക്ക് എന്ന് പറഞ്ഞിട്ട് നന്ദിനോട് പറയുമ്പോഴേക്കും നന്ദിനി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകും കേട്ടോ. വിനായകനെ നോക്കിയിട്ട് വേഗം ഒന്ന് കണ്ണടച്ച് കാണിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം നന്ദിനി വേഗം തന്നെ ചൂലും ബ്രഷും ബക്കറ്റും ഒക്കെ ആയിട്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ നന്ദിനി തൻ്റെ പണി തുടങ്ങുകയാണ്. ഒരു 4 പേരും മാറി നിന്ന് നോക്കുകയാണ്. അപ്പോൾ അവരെടുത്തേക്കൊക്കെ ആ കോലുകൊണ്ടൊക്കെ കുത്താനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, കാലിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ വിക്രം ഇങ്ങനെ വേദന നോക്കുമ്പോൾ വേദന കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നന്ദിനി അവിടെ ഒക്കെ ക്ലീൻ ആക്കി വിടാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് വിനായകൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞ പണി ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. നന്ദിനി എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂടെ ചെല്ലുമ്പോൾ എൻ്റെ പിന്നെ ഇവിടെ വന്നു പോകരുതെന്ന് പറയും. നന്ദിനി പ്ലീസ് നന്ദിനി, വാതിലടക്കില്ല നന്ദിനി, തള്ളി കയറും കേട്ടോ. നന്ദിനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊഴിൽ തൊടുമ്പോഴത്തേ എന്നെ തൊടാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കുന്നു പറയട്ടോ. നന്ദിനി പ്ലീസ് നന്ദിനി, ക്ഷമിക്കും നന്ദിനി, അപ്പോൾ പറ്റിപ്പോയതാണെന്ന് എല്ലാവരും മുന്നിൽ വെച്ച് എന്നെ അടിച്ചിട്ട് പറ്റിപ്പോയതാണ് നിങ്ങൾ പറയുന്നത് പറയട്ടോ. സോറി നന്ദിനി, ഇനി അത് ആവർത്തിക്കൂല, പ്ലീസ്. നീ എന്നോട് മിണ്ടാതിരിക്കല്ലേ. അയ്യോ, നീ ഇങ്ങനെ കടുത്ത നോട്ടൊന്നും നോക്കല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നാലേ ഒരു കാര്യം പറയും, എന്താ നിങ്ങളോട് അവൾ പറഞ്ഞത്? ആര്? വേദ. വേദ എന്ത് പറഞ്ഞിട്ട്? എന്നോടൊന്നും പറഞ്ഞതേ മനുഷ്യ, എൻ്റെ അടുത്ത് വിളവിറക്കാൻ നിൽക്കരുത് കേട്ടാ. എനിക്കറിയാം അവൾ എന്തോ പറഞ്ഞിട്ടാണ് നിങ്ങളത് എന്നെ കൊണ്ട് എന്നെ അടിച്ചനുസരിപ്പിച്ചതെന്നുള്ള കാര്യം. അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുകയാണ്. അല്ല, സത്യം എനിക്കറിയാം അവൾ എന്തോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ലാണ്ട് ഇങ്ങനെ നിങ്ങളെന്നെ തല്ലൂല, ഉപദ്രവം ഏൽപ്പിച്ചിട്ടാണോ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ വിനായകൻ പറയാണ്, സോറി നന്ദിനി, ഞാൻ സോറി പറഞ്ഞില്ലേ, ഞാൻ എന്തായാലും ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞിട്ട് നന്ദിനി എഴുന്നേൽക്കുമ്പോൾ പറയും, അയ്യോ ഇതൊന്നും ചോദിക്കാൻ പോകില്ല, എന്നാൽ പറയും അവളെന്താ പറഞ്ഞത്? അത് പിന്നെ അവളെന്നെ മൊണ്ണം ഭർത്താവെന്ന് വിളിച്ചു. മൊണ്ണം ഭർത്താവെന്നോ? ആഹാ, എന്നാൽ അത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ, ഞാൻ ചോദിക്കും. അയ്യോ നന്ദിനി പ്ലീസ് നന്ദിനി, ചോദിക്കില്ല നന്ദിനി എന്ന് പറയട്ടോ. ഞാൻ ചോദിക്കും, എനിക്ക് ചോദിച്ചിട്ട് കാര്യമുള്ളൂ, എൻ്റെ ഭർത്താവിന് മൊണ്ണെന്ന് വിളിക്കാൻ അവൾ ആരാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പിടിച്ച് വലിക്കേണ്ട നന്ദിനി, ചോദിക്കുന്നു. എന്നാൽ പിന്നെ ചോദിക്ക് പോയിട്ട് എല്ലാവരും മുന്നിൽ വെച്ച് ഇനി എന്നെ വീണ്ടും നാണം കെടുത്ത് എന്ന് പറയട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയണത് കേൾക്ക്, നമുക്ക് വേറൊരു അവസരം വരും, അവൾക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടൊരു അവസരം വരും. ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിന്നോട് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വം വിളിക്കാൻ കേട്ടോ. വിനായക, നീ ആ കട്ടിൽ പിടിച്ചിടാൻ വന്നേ? അതിനെന്താ, ഞാൻ ഇപ്പോൾ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോവുകയാണ്. അങ്ങനെ വിശ്വം പറയുന്നുണ്ട്, അതെ അതിനെ ആശ്വസിപ്പിക്കാൻ പോയതാവും അടിച്ചതിൽ എന്ന് പറയും. അതിനെന്താ, ആശ്വസിപ്പിക്കട്ടെ. അല്ല, ഈ പെണ്ണുങ്ങളെ ഒരടിയുടെ കുറവുണ്ടായിരുന്നു എന്നാണ് എനിക്ക് എന്നൊക്കെ പറയട്ടോ. അപ്പോഴേക്കും വിനായകൻ വരികയാണ്. വിനായകൻ വന്നിട്ട് വാ, കട്ടിൽ പിടിക്കാൻ ഞാൻ റെഡി എന്ന് പറയട്ടോ. ശ്രീജനെ മാറ്റി നിർത്തിയിട്ട് കട്ടിൽ പിടിക്കും. നീ നന്ദിനെ ആശ്വസിപ്പിക്കാൻ പോയതാ? പിന്നെ ആശ്വസിപ്പിക്കാനാ? മര്യാദക്കല്ലെങ്കിൽ ഒരടിയും കൂടെ കൊടുക്കുമെന്ന് പറയാൻ വേണ്ടി പോയതാന്ന് പറയട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു നോക്കണം നന്ദിൻ്റെ മുഖത്തേക്കാണ് കേട്ടോ. ആണോ നന്ദിനി എന്ന് വിഷയം ചോദിക്കുമ്പോൾ നന്ദിനി ശരി. അപ്പോൾ വിനായകൻ ആകെ ചൂളിപ്പോട്ടാ. ശരി, നിങ്ങളിപ്പോൾ തൽക്കാലം കട്ടിൽ പിടിച്ചിട്ട് എന്ന് പറയും. അങ്ങനെ കട്ടിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ, വിനായകനും വിശ്വനും ചേർന്നിട്ട്. അതിനുശേഷം നന്ദിനി വന്നിട്ട് ശ്രീജനോട് ചോദിക്കണം, ശ്രീജ എടുത്തി ഇവിടെ എന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ. എന്ത് രഹസ്യം? അതല്ല, ഇവിടെ എന്തോ രഹസ്യം വേദയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു. അതായത് ഈ വീട് വൃത്തിയാക്കണ്ടെന്ന് പറഞ്ഞത് അച്ഛൻ വീട് വൃത്തിയാക്കാൻ സമ്മതിച്ചു. അതുപോലെ വിനായകേട്ടന് എന്തോ ഒരു മാറ്റമുണ്ട്, അതുപോലെ വിക്രത്തിന് എന്തോ ഒരു മാറ്റമുണ്ട്, എല്ലാവർക്കും എന്തോ ഒരു മാറ്റമുള്ളതുപോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് വേദയ്ക്ക് എന്തോ ഒരു രഹസ്യം അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വിശ്വേട്ടൻ എന്നോടത് പറയൂലേ എന്ന് ചോദിക്കാണ്ട് ശ്രീജ. അങ്ങനെ ഇനി വിശ്വേട്ടനെ അറിയിച്ചിട്ട് വേണ്ടേ അത്? എന്തായാലും എന്തോ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെന്ന് ഈ വീട് നിങ്ങൾ വൃത്തിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ദേഷ്യപ്പെട്ടതാണല്ലോ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛനൊരു കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. നീയാണല്ലേ അതവിടെ അച്ഛനോട് പറഞ്ഞത്, പിന്നെ പറയണ്ടേ മക്കള്? അപ്പം അച്ഛൻ ശ്രീജ അടുത്ത് പറയാണ്,
മക്കളാരെങ്കിലും മുൻകൈ എടുത്ത് നടത്തുമെന്ന് വിചാരിച്ചിട്ടില്ല അത് അച്ഛൻ ചെയ്തതെന്നല്ല പറഞ്ഞിരുന്നത്. അച്ഛൻ അങ്ങനെ വിചാരിച്ചെന്നല്ല പറഞ്ഞത്. ഇത് നിന്റെ കുത്തിത്തിരിപ്പാണ്, നീ ഒന്ന് പോയ നന്ദിനി എന്ന് പറഞ്ഞിട്ട് ശ്രീജ അവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കുന്നത് നമ്മളെ വിക്രമും വേദയും കൂടിയിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ വേദ പറയുന്നുണ്ട്, നമുക്ക് അമ്പലത്തിൽ കുറച്ച് സമയം ഇരുന്നാലോ, ശിവൻ്റെ അമ്പലത്തിൽ വന്നാൽ ഇരിക്കണം എന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തിനാ അങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയട്ടോ. അതെ, 3 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് ആത്മീയ സമർപ്പണം ഉണ്ടാവാനായിട്ടും പിന്നെ നമുക്ക് ആത്മശാന്തി കിട്ടാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയട്ടോ. ആണോ, ഞാൻ വിചാരിച്ചിരുന്നതേ ഇവിടെ മൂപ്പരക്കൂടെ കുറേ ഭൂതഗണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കണേന്നാണ്. വിക്രസ്വാമി സ്വാമിയായിട്ട് ഇങ്ങനെ ഇരുന്നൊന്നും പറയണ്ടാട്ടാന്ന് പറയട്ടോ. അപ്പോൾ പറയും ഞാൻ സത്യം പറഞ്ഞതാന്ന് പറയട്ടോ. അങ്ങനെ 2 പേരും കൂടി ഓരോരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ശ്രീനിവാസിൽ നിന്ന് വിക്രത്തിനെ അടർത്തി മാറ്റാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഈ മണ്ഡലമാസം നമുക്ക് നല്ലൊരു കാലമാണ്. അപ്പോൾ വിക്രത്തിന് മനസ്സിലാവുന്നില്ലേ, വീട്ടിലെല്ലാവർക്കും നല്ലൊരു സന്തോഷമുണ്ട്. അത് ശരിയാ പറഞ്ഞത് നീ, എല്ലാവർക്കും സന്തോഷമുണ്ട്. വിക്രത്തിന് നമ്മുടെ വീട് പഴയ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കട്ടോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ശ്രീജേടത്തി എന്നോട് പറഞ്ഞു പഴയ കാലത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വീടിനെത്തിക്കണ്ടേ, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഈ മണ്ഡലമാസം കഴിയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിവാവണം എന്ന് പറയട്ടോ. അപ്പോൾ വിക്രത്തിന് മനസ്സിലായിട്ടോ ശ്രീനിവാസിൻ്റെ കാര്യമാണ് വേദ പറയുന്നതെന്നുള്ളത്. അപ്പോൾ വിക്രം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ അച്ഛനും മോനും കൂട്ടുകാരെ പോലെ കഴിഞ്ഞായിരുന്നു. ഞാൻ നിന്നോട് എൻ്റെ ഒരു അനുഭവം പറയട്ടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അറിയെന്ന് പറയുമ്പോൾ, ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയി. അച്ഛനാണ് എന്നെ പൂരങ്ങളൊക്കെ കാണാൻ കൊണ്ടുപോകാറ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ തൃശ്ശൂരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിട്ട് ഞാൻ പോയി. അങ്ങനെ തിക്കിലും തിരക്കിലും ഞാൻ ഏതോ സ്ഥലത്ത് ചെന്ന് പെട്ടു. എന്നെ തള്ളി ആൾക്കാർ ഏതോ ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് ആക്കി. ആൾക്കാർ ചവിട്ടി കൊല്ലും എന്നുള്ളൊരു അവസ്ഥയിലാക്കിയപ്പോൾ എന്നെ ഒരു കൈ വന്ന് പൊതിഞ്ഞ് പിടിച്ചു. അയാൾ എന്നെ കോരിയെടുത്ത് ഏതോ ഒരു ഷെഡിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ വിചാരിച്ചത് അയാളെന്നെ തട്ടിക്കൊണ്ടുപോകാണെന്നാണ്. പക്ഷേ പിന്നീട് അയാൾ പറഞ്ഞു, അച്ഛനെ ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ നിൻ്റെ മുന്നിൽ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞതുപോലെ അച്ഛനെ എൻ്റെ മുന്നിൽ എത്തിച്ചു തന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? അതല്ല, ഞാനങ്ങനെ അന്ന് ഒറ്റപ്പെട്ട് നിന്നിരുന്ന ഈ ഒരു സമയത്ത് വന്ന് എന്നെ രക്ഷിച്ച കൈകളാണല്ലോ പിന്നീട് എനിക്ക് ജീവിതമായത്. അതുപോലെയാണ് ശ്രീനിവാസ സാറ്. ഞാൻ ഒറ്റപ്പെട്ട് നിന്നിരുന്ന സമയത്ത് എന്നെ കൈ പിടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആളാണ് ശ്രീനിവാസ്. നീ എന്ത് തന്നെ തലകുത്തി പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ കീഴിൽ നിന്ന് ഞാൻ ഒരു കാലത്തും പുറത്തു വരാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കർണൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. കർണൻ എന്ന് പറഞ്ഞ ആൾ നല്ല ആളായിരുന്നെങ്കിലും കൂടിയിട്ട് ദുര്യോധനൻ്റെ കീഴിൽ ഒരുപാട് കാലത്ത് തെറ്റായ മാർഗ്ഗങ്ങൾ ചെയ്ത ആളാണ്. മരണം വരെ ദുര്യോധനൻ്റെ കീഴിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ട ആളാണ്. പിന്നെ അത്ര ഒരു ഇതിലൊക്കെ നമ്മൾ പോകണ്ട, കാരണം നമ്മൾ മനുഷ്യരല്ലേ. പിന്നെ ശ്രീനിവാസൻ്റെ പിടിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തായാലും ഞാൻ അങ്ങനെ അയാളുടെ പിടിയിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാലും ശ്രീനിവാസൻ നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നന്മയിലേക്കൊന്നുമല്ലല്ലോ കൊണ്ടുപോയിരുന്നത്, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കല്ലേ നിങ്ങളെ കൊണ്ടുപോയിരുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവും ശേഷി നിങ്ങൾക്കില്ലാതെ പോയത് അതൊരു തെറ്റ് തന്നെയാണ്. എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് തീർപ്പുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാണ് കേട്ടോ. അപ്പോൾ വിക്രമിന് വേദന ഇങ്ങനെ കുറച്ച് സമയം നോക്കി നിൽക്കുന്നുണ്ട് വേദ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 2 പേരും കൂടി വരുന്ന സമയത്താണ് ഒരു കാറിൽ കുറച്ച് ആൾക്കാർ വന്ന് നിൽക്കുന്നത്. ഇറങ്ങി വരുമ്പോഴാണ് അത് അഭിലാഷും കൂട്ടരുമാണെന്ന് മനസ്സിലാവുന്നത്. വിക്രത്തിന് കുറച്ച് കയ്യിൽ വാളും വെട്ടോത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിക്രത്തിന് മനസ്സിലാവാതൊരു പണിയാണെന്ന് വേദന വെച്ചാൽ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ പ്രമോ കാണിച്ചിട്ടുള്ളത് വിക്രത്തിനെ എല്ലാവരും കൂടെ തല്ലിക്കൊല്ലാറാക്കുമ്പോൾ വേദ വന്ന് മുകളിലേക്ക് കൂടെ വീഴാണ് കേട്ടോ. അപ്പോൾ വാസവം വന്ന് ഞാനിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, നീ ചത്താലും നിൻ്റെ ഭർത്താവിനെ കൊല്ലാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ നീൻ്റെ നടപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വിക്രം എല്ലാവരും അടിക്കുന്നത് നിന്ന് കൊള്ളൂട്ടോ. സ്വാമി ആയതുകൊണ്ട് തിരിച്ചടിക്കുന്നത് കാണുമ്പോൾ വേദയ്ക്ക് വിഷമമായിട്ട് വേദ സങ്കടത്തോടുകൂടി വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഭാഗങ്ങൾ പ്രമോലുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.